അക്ഷര മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് അക്ഷര ICSEയുടെ പാഠ്യഭാഗങ്ങളിൽ സാഹിത്യ സുരഭിയിൽ നിന്ന് ഇന്നെടുക്കുന്നത് ഭൂമിക്ക് ചരമഗീതമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഭൂമിക്ക് ചരമഗീതം മിക്ക കുട്ടികൾക്കും പഠിക്കുന്നിടത്ത് വലിയ ബുദ്ധിമുട്ടാണെന്നാണ് അറിയുന്നത്. അതുകൊണ്ട് ഒഴിവാക്കുന്ന നിലപാടാണ് പലരും സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അതിനൊന്നും കാര്യമില്ല, വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരെണ്ണമാണ്. ONV കുറുപ്പ്, ജ്ഞാനപീഠ ജേതാവായ ONV കുറുപ്പിൻ്റെ, മലയാളത്തിൻ്റെ മഹാകവിയായ ONV കുറുപ്പിൻ്റെ ഭൂമിക്കൊരു ചരമഗീതം കാലഘട്ടത്തിൻ്റെ, കാലികമായ ഇന്നത്തെ ലോകത്തിൻ്റെ ആകുലതകളും ഒക്കെ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ്. കവി തുടങ്ങുന്നതിന് ഭൂമിയുടെ അവസ്ഥ കണ്ടിട്ട് നിന്നാസന്ന മൃതിയിൽ നിനക്ക് ആത്മശാന്തി നേർന്നുകൊണ്ടാണ് കവിത ഭൂമിക്ക് ചരമഗീതം എഴുതുന്നത് കവി ONV കുറുപ്പ്. അതിൻ്റെ കാരണങ്ങളായി ഇപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കണം. ഭൂമി മരിക്കാനുള്ള കാരണങ്ങൾ ദീർഘദർശികളായ കവികൾക്ക് കണ്ടെത്താനാവും, അല്ലെങ്കിൽ ദീർഘദർശികളായ ആളുകൾ ഇങ്ങനെ ഓരോന്ന് കണ്ടെത്തുന്നുണ്ട്. അപ്പോൾ വരാനിരിക്കുന്ന ലോകത്തെക്കുറിച്ചുള്ള ആശങ്കകൾ കവികളും കലാകാരന്മാരും സാഹിത്യകാരന്മാരും പ്രകടിപ്പിക്കാൻ ഇവിടെ എന്താണ് ഭൂമി മരിക്കുമെന്ന സൂചന നൽകിക്കൊണ്ട് ഭൂമിക്ക് അവസാനമായി കവിക്ക് നൽകാനുള്ള സന്ദേശമാണിത്. അതോടൊപ്പം ഭൂമിയുടെ ആത്മാവിന് ശാന്തിയും നേരുന്നുണ്ട്. ഭൂമിയുടെ മരണകാരണം നമ്മൾ അന്വേഷിച്ച് പോകുകയാണെങ്കിൽ ആദ്യം എത്തേണ്ടത് ജനപ്പെരുപ്പത്തിൽ തന്നെ. ജനപ്പെരുപ്പമാണ് ഭൂവിനാശത്തിൻ്റെ പ്രപഞ്ചവിനാശത്തിനും കാരണമായി തീരുന്നത്. കാരണം എന്താ? ആളുകളുടെ എണ്ണം കൂടുന്നതനുസരിച്ച് അവർ ഭൂമിയിൽ നിന്ന് എടുക്കും, അവർക്ക് ആവശ്യമുള്ളതിലെടുക്കും. എടുക്കും തോറും അത് കുറയുമെന്നും എല്ലാവർക്കും അറിയാം. അപ്പോൾ എടുക്കും തോറും കുറയുന്ന ഒരു സമ്പത്താണ്. ആ സമ്പത്തിൽ നിന്ന് ആവശ്യത്തിൽ കൂടുതൽ എടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ ഭൂമരണത്തിൻ്റെ ആദ്യ കാരണമായിട്ട് നമുക്ക് പ്രസൻറ്റ് ചെയ്യാവുന്നത് പിന്നെ ഞാനിപ്പോൾ പറഞ്ഞ ജനപ്പെരുപ്പമാണ്. രണ്ടാമത് നമുക്ക് പറയാവുന്നത് മനുഷ്യൻ്റെ സ്വാർത്ഥത. തീർച്ചയായും എവിടെയായാലും എന്തായാലും സ്വാർത്ഥത തന്നെ ഒരു പ്രധാന ഘടകം. മനുഷ്യൻ സ്വാർത്ഥനാണ്. അവൻ്റെ കാര്യങ്ങൾ അവനിൽ മാത്രം കേന്ദ്രീകരിച്ച് ജീവിക്കുകയാണ്. അവന് ഒറ്റ ചിന്തയുള്ളൂ, എന്താണെന്നറിയാമോ? അവന് മുന്നോട്ട് പോകണം. പോകുമ്പോഴെന്താ തടഞ്ഞു നിൽക്കുന്നത്? മരമായാലും മലയായാലും മനുഷ്യനായാലും വെട്ടിയമർത്തിക്കളയും, തകർത്തുകളയും. അപ്പം ഒന്ന് ജനപ്പെരുപ്പമാണ് കാരണം. അതിൻ്റെ പോയിന്റ് പറഞ്ഞ് എന്തെടുത്താലും ഭൂമിയിൽ തന്നെ എടുക്കണം. അങ്ങനെ എടുക്കുമ്പോൾ ആ സമ്പത്ത് കുറഞ്ഞു വരും. ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്? സ്വാഭാവിക മരണം അവിടെ ഉണ്ടാകും. രണ്ടാമത് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം സ്വാർത്ഥതയാണ്. മനുഷ്യൻ്റെ സ്വാർത്ഥതയാണ് സർവനാശത്തിന് കാരണമായി തീർന്നിട്ടുള്ളതെന്ന് കണ്ടതായി വരും. അപ്പോൾ എങ്ങനെയാണ് ആ മരണം വരികയെന്നും കവി പറയുന്നത്? മൃതിയുടെ കറുത്ത വിഷപുഷ്പം വിടർന്ന് അതിൻ്റെ നിഴലിൽ ഭൂമി മരവിക്കും. മൃതി എന്നുള്ളതിൻ്റെ മീനിങ് അവിടെ എഴുതി കാണിക്കുന്നു, നോക്കിക്കണം. ഇതിനകത്ത് വിഷം എന്ന വാക്കില്ലേ, അതിനൊക്കെ പര്യായം കൊണ്ട് അതൊക്കെ ഒരു ചേർത്തുണ്ട്, ശ്രദ്ധിച്ചാൽ കൊള്ളാം. അപ്പോൾ ഉയിരറ്റ നിൻ്റെ മുഖത്ത് കണ്ണീരിനാൽ ഉദകം ചെയ്യാൻ ഒരാളും ഉണ്ടാവുകയില്ല. ഭൂമിക്ക് നൽകുന്ന മുന്നറിയിപ്പ് ഇതാണ്. മൃതിയുടെ കറുത്ത വിഷപുഷ്പം വിടർന്ന് അതിൻ്റെ നിഴലിൽ ഭൂമി മരവിക്കും. ഉയിരറ്റ നിൻ്റെ മുഖത്ത് കണ്ണീരിനാൽ ഉദകം ചെയ്യാൻ ഒറ്റ ഒരാൾ പോലും ഉണ്ടാവുകയില്ല. അതുകൊണ്ടാണ് കവി ഭൂമിക്കൊരു ചരമഗീതം. അപ്പോൾ ഈ പോയിന്റുകൾ ഒന്നുകൂടെ ആഡ് ചെയ്ത് ഒന്ന് പറഞ്ഞു തരികയാണെങ്കിൽ, ആസന്ന മൃത്യു വരിക്കുമെന്ന് അല്ലെങ്കിൽ അകാല ചരമം ഭൂമിക്ക് സംഭവിക്കുമെന്ന് ആശങ്കപ്പെട്ട കവി ONV കുറുപ്പിൻ്റെതാണ് കവിത 1. 2 കാരണമായി പറഞ്ഞത് ജനപ്പെരുപ്പമാണ്. ആളുകളുടെ എണ്ണം കൂടുന്നതനുസരിച്ച് ആവശ്യങ്ങൾ കൂടിയതനുസരിച്ച് അവന് വേണ്ടതെല്ലാം എടുക്കുന്നത് ഭൂമിയിൽ നിന്നാണ്. ഭൂമിയിൽ നിന്ന് എടുക്കുന്നതോറും ആ സമ്പത്ത് കുറഞ്ഞു വരുന്നതനുസരിച്ച് ഭൂവിനാശവും സംഭവിക്കും. രണ്ടാമത് പറഞ്ഞ സ്വാർത്ഥാൽപരരായ മനുഷ്യരാണ്. അവന് മുന്നോട്ടുള്ള യാത്രയ്ക്ക് തടസ്സം നിൽക്കുന്നത് മരമായാലും മലയായാലും മനുഷ്യനെ ആയാലും വെട്ടി അവൻ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. അത് ഒരു കാരണമാണ്. ഇനിയുണ്ട് ഭൂമിയുടെ കാമുകനാണ് സൂര്യൻ. ആ സൂര്യൻ ഭൂമിക്ക് നൽകിയിരിക്കുന്ന ഭൂമിയെ അണിയിച്ചിരിക്കുന്ന ആ പച്ചപ്പുകൾക്ക് ചിത്രപടകഞ്ചികം എന്ന വാക്കുപയോഗിച്ചു. അപ്പം ചിത്രപടകഞ്ചി അത് എഴുതിയിരിക്കുന്നത് നോക്കണം, ഇത് പലരും തെറ്റിച്ചെഴുതുന്നത്. ആ ചിത്രപടകഞ്ചികം സാർത്ഥരായ മനുഷ്യർ പിച്ചിച്ചു കേട്ടോ. ഭൂമിയുടെ കാമുകനായ സൂര്യൻ ഭൂമിയെ അണിയിച്ച ആ ചിത്രപടകഞ്ചികം സ്വാർത്ഥരായ മനുഷ്യരാണ് ആ മേലുടുപ്പ് പിച്ചിച്ചത്. എന്തിനാ? അവൻ്റെ കാര്യം നടക്കാനാണ്. മുന്നോട്ടുള്ള സഞ്ചാരത്തിന് തടസ്സം നിൽക്കുന്നത് എല്ലാം അവൻ കവർന്നെടുക്കുകയാണ്. സ്വാഭാവികമായി സംഭവിക്കുന്നതാണ് മരണം. അപ്പം എന്താ? മൃതിയുടെ കറുത്ത വിഷപുഷ്പം വിടർന്ന് അതിൻ്റെ നിഴലിൽ ഭൂമി മരവിക്കും. ഉയിരറ്റ നിൻ്റെ മുഖത്ത് കണ്ണീരിനായി ഉദകം ചെയ്യാൻ ഒറ്റൊരാൾ പോലും ഉണ്ടാവുകയില്ല. ഇവിടെ കവിയും ഉണ്ടാകാൻ പോകുന്നില്ല. അതുകൊണ്ട് കവി ഭൂമിക്ക് ചരമഗീതം എഴുതുന്നതിനോടൊപ്പം അതിൽ ആത്മശാന്തി കൂടി നേരുന്നു. ഓക്കെ, ഇനി ഇതിനകത്ത് രണ്ടാമത്തത് ഇത് വലിയ ചെറിയ എപ്പിസോഡുകളായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കേൾക്കാൻ 5 മിനിറ്റ് 6 മിനിറ്റ് അത് തീരാവുന്ന പോലെ ചെയ്യുകയാണ്. രണ്ടാമത്തത് വരരുചിയുടെ ഒരു കഥ ഇതിനകത്ത് പറയും. പറയിപ്പെറ്റ് പന്തിരുകുലം പെറ്റ പറയിക്കും അമ്മ നീ എന്നൊരു ഭാഗമുണ്ട്. അതിൽ ഉപകഥ, ആ കഥ വേണമെങ്കിൽ സൂചിത കഥയായി ചോദിക്കാം. കഥ ഇങ്ങനെയാണ്. വിക്രമാദിത്യ സദസ്സിലെ പണ്ഡിത ശ്രേഷ്ഠന്മാരിൽ പ്രമുഖനാണ് ബ്രാഹ്മണ ശ്രേഷ്ഠനായ വരരുചി.
ഈ വരരുചിയോട് ഒരിക്കൽ വിക്രമാദിത്യൻ രാമായണത്തിലെ പ്രസിദ്ധമായ ശ്ലോകം ഏതാണ്, അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചപ്പോൾ വരരുചി പറഞ്ഞത് എല്ലാ ശ്ലോകങ്ങളും ഒന്നിനൊന്നും മെച്ചമാണ്, എല്ലാ ശ്ലോകങ്ങളും പ്രധാനമാണ്. പക്ഷെ അത് സ്വീകാര്യമായിരുന്നില്ല. യഥാർത്ഥ ഉത്തരം തേടി വരരുചിക്ക് അലഞ്ഞു തിരിയേണ്ടതായിരുന്നു. പലയിടങ്ങളിൽ അന്വേഷിച്ച് അലഞ്ഞു തിരിഞ്ഞ് ഒരു വനത്തിലൂടെയുള്ള യാത്രക്കിടയിൽ ഒരു വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ ക്ഷീണിതനായിരിക്കുമ്പോൾ ആ വൃക്ഷത്തിന് മീതെ ഇരുന്ന വനദേവതന്മാർ സംസാരിക്കുന്നത് വരരുചി കേട്ടു. എന്താ അവർ പറയുന്നത്? രാമായണത്തിലെ പ്രസിദ്ധമായ ശ്ലോകത്തിൻ്റെ അർത്ഥം അറിയാത്ത ഈ വരരുചി ഒരു ചണ്ടാല സ്ത്രീയെയാണ്, അല്ലെങ്കിൽ പറച്ചയാണ്, അല്ലെങ്കിൽ പറയുകയാണ് വിവാഹം കഴിക്കാൻ പോകുന്നത് സത്യം കൂടി വെളിപ്പെടുത്തുന്നുണ്ട്. ആ ശ്ലോകം ഇതാണ്. അദ്ദേഹത്തിന് അറിഞ്ഞുകൂടാതിരുന്ന ആ പ്രസിദ്ധമായ ശ്ലോകം: വനവാസത്തിന് പോകാൻ ഇറങ്ങിയ രാമനാണ് വനവാസം വിധിക്കപ്പെട്ടത്. ഇത് രാമായണ കഥയിൽ നിന്ന്, വാൽമീകി രാമായണത്തിൽ നിന്നാണ്. വനവാസത്തിന് പോകാൻ ഇറങ്ങിപ്പുറപ്പെട്ട രാമനോടൊപ്പം ഭാര്യയായ സീതയും പോകാൻ പുറപ്പെട്ടു. ഒപ്പം ലക്ഷ്മണനും ഇറങ്ങും. ഈ സമയത്ത് ലക്ഷ്മണൻ്റെ അമ്മയായ സുമിത്ര പറയുന്നു, രാമനെ നീ ദശരഥനായി കാണണം, സീതയെ നീ അമ്മയായി കാണണം, വനം അയോധ്യയായി കണ്ട് നീ അവർക്ക് കാവലാളാവുക. ഈ ലക്ഷ്മണോപദേശമാണ്, ഈ സുമിത്രോപദേശമാണ് രാമായണത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ശ്ലോകം കേട്ട ഉടനെ തന്നെ വരരുചി കാര്യം രാജാവിനെ അറിയിച്ച് അപകീർത്തിയിൽ നിന്ന് രക്ഷപ്പെട്ടു. പിന്നീട് അദ്ദേഹം ചെയ്തത്, ആ തനിക്ക് ഭാര്യയായി വരാനിടയുള്ള ചണ്ടാല സ്ത്രീക്ക് ഗ്രാമത്തിന് ആപത്താണ് എന്നെന്നും പറഞ്ഞുകൊണ്ട് ആ സ്ത്രീയെ ഗ്രാമ നടപടികൾക്ക് വിധേയമാക്കുന്നു. അവിടുത്തെ നടപടിക്രമം എന്ന് വെച്ചാൽ അയാൾ അതിനെ ഒരു ചങ്ങാടത്തിൽ വെച്ച് കെട്ടി നെറ്റിയിൽ ഒരു പന്തം കൊളുത്തി വെച്ച് നെറ്റിയിൽ പന്തം കുത്തി ഒഴുക്കി വിടുകയും സ്വാഭാവിക മരണം സംഭവിക്കുകയാണ് ചെയ്യുക. അങ്ങനെ വരരുചി അവിടെ നിന്ന് എസ്കേപ്പ് ചെയ്തെന്ന് പറയാം. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം വരരുചി ഒരു ബ്രാഹ്മണ ഗൃഹത്തിൽ അതിഥിയായി ചെല്ലുകയും അവിടെ വെച്ച് അവരുടെ ഭക്ഷണം കഴിക്കാൻ പങ്കാളിയായപ്പോഴാണ് ആ വിശിഷ്ടമായ ആ ഭോജ്യം ആരാണ് ഉണ്ടാക്കിയതെന്ന് ചോദിച്ചപ്പോൾ അവരുടെ മകളാണെന്ന് പറഞ്ഞു. ആ മകളെ കാണാൻ ഇടവരികയും ഭക്ഷണാനന്തരം ആ വീട്ടുകാർ അങ്ങേക്ക് താല്പര്യമാണെങ്കിൽ മകളെ കൂടി സ്വീകരിക്കാം എന്നായി. സ്വീകരിക്കുന്ന ആരും നിസ്സാരക്കാരനൊന്നും അല്ലല്ലോ. അതിശിവ ശ്രേഷ്ഠനായ, ബ്രാഹ്മണ ശ്രേഷ്ഠനായ, പണ്ഡിത ശ്രേഷ്ഠനായ വിക്രമാദിത്യ സദസ്സിലെ ഒരംഗമായ നമ്മുടെ വരരുചിയാണ്. അപ്രകാരം വരരുചിയെ അവരെ സ്വീകരിക്കുകയും അവർക്ക് 12 മക്കൾ ഉണ്ടാകുകയും ചെയ്തു. ഓരോ വാകേറിയ ദൈവം ഇര കൊടുക്കുമെന്നും പറഞ്ഞ് ഓരോരോ കുഞ്ഞുങ്ങളെ ഉപേക്ഷിച്ച് കളഞ്ഞ് ഓരോ ഉപേക്ഷിക്കപ്പെട്ടവർ പലരായി എടുത്ത് പലരായി വളർത്തി സഹോദരങ്ങളിൽ നിന്ന് തിരിച്ചറിയാതെ തമ്മിലടിച്ച് കലഹിച്ച് ഭിന്നിച്ച് ജീവിക്കുന്നത് ആ പറച്ചിക്ക് അവർക്കും കാണേണ്ടി വന്നു. ഭൂമിയുടെ അവസ്ഥ സൂചിപ്പിക്കാനാണ് ഈ കഥ പറഞ്ഞു വന്നത്. ആ പെൺകുട്ടി വനദേവതമാർ പറഞ്ഞ പെൺകുട്ടി തന്നെയായിരുന്നു താൻ. അത് വരരുചിക്ക് അങ്ങനെ വിധിയൊക്കെ മറികടക്കാനൊന്നും കഴിഞ്ഞില്ല. അപ്പോൾ പറഞ്ഞു വെച്ചത് വരരുചിക്ക് പറച്ചിയിൽ 12 മക്കളുണ്ടായി. പിന്നെ 12 മക്കളെ ഉപേക്ഷിക്കുകയും പലരിടത്ത് വളർത്തുകയും തമ്മിലടിച്ച് കലഹിച്ച് ഭിന്നിച്ച് കഴിഞ്ഞ് അവരെ നോക്കി സർവം സഹയായി നിൽക്കേണ്ടി വന്നു. പറച്ചിക്ക് അവരെ ഓർത്ത് നിൽക്കേണ്ടി വന്നു. ഭൂമിക്ക് അതേ അവസ്ഥ തന്നെയാണ്. എന്താണ്? സഹോദരങ്ങളെന്ന് തിരിച്ചറിയാതെ തമ്മിലടിച്ച് കലഹിക്കുന്ന നമ്മുടെ ഭൂമിയാണ് സർവം സഹയായതിന് സാക്ഷിയായി നിൽക്കുന്നത്. അപ്പോൾ ഇത് ഉപകഥയായിട്ട് എഴുതാം. ഒരെണ്ണം കൂടിയേ പറയുന്നുള്ളൂ. അങ്ങനെ 3 അടങ്ങുന്ന ചെറിയ എപ്പിസോഡ് എടുത്ത് തരാം. അടുത്തായിട്ട് പറയാനുള്ളത്, ഞാൻ മുമ്പേ പറഞ്ഞ സൂര്യകോപമുണ്ടായി. കാരണം എന്താ? സൂര്യൻ ഭൂമിയെ അണിയിച്ച പച്ചപ്പ് അല്ലെങ്കിൽ ചിത്രപട കഞ്ചുകം സ്വാർത്ഥാൽപര മനുഷ്യർ പിച്ച് ചിന്തി സ്വാഭാവികമായി. ഇവിടെ പറയുന്നത് പുതിയ കഥ എഴുതുകയാണ് വസുധയുടെ മക്കൾ. വസുധ ഭൂമിയുടെ പര്യായം എഴുതുന്നത് ശ്രദ്ധിക്കുക. അപ്പം വസുധയുടെ മക്കളാണ് പുതിയ കഥ എഴുതുന്നത്. എന്താണ് കഥ? ഞാൻ ഇപ്പോൾ പറഞ്ഞു തീർത്തത് ആ ചിത്രപട കഞ്ചുകം. സൂര്യൻ്റെ ഉഗ്രകോപത്തിനിരയായി പ്രപഞ്ചം താളം തെറ്റി തുടിക്കുന്നു. ആടിമുകിലുകൾ നീർത്തിരയുന്നു. മഴമേഘങ്ങളാണ് അതുപോലും ഒരു തുള്ളി വെള്ളത്തിനായി കരയുന്നു. ആതിരകൾ കുളിര് തിരയുന്നു. ആവണികൾ പൂക്കാലം ഒരു പൂവിന് വേണ്ടി ഇരക്കേണ്ടി വരുന്ന കാലം ആവണികൾ പൂവ് തേടുന്നു. ആറുകൾ നിറഞ്ഞു കവിഞ്ഞൊഴുകേണ്ട സമൃദ്ധമായി ഒഴുകേണ്ട ആറുകൾ ഒഴുക്ക് തേടുന്നു. സർഗലയ താളങ്ങൾ തെറ്റുന്നു. ജീവരഥ ചക്രങ്ങൾ ചാലി ഉറയുന്നു. മുഴുവൻ ചലനങ്ങളും പ്രപഞ്ച വിളക്കണഞ്ഞാൽ തീർന്നു. അപ്പോൾ ഉഗ്ര തേജസ്വിയായ സൂര്യൻ്റെ പിന്നെ കോപത്തിനിരയാവുകയാണ് ഉണ്ടായത്. അതിൻ്റെ ഫലമായി പ്രപഞ്ചം താളം തെറ്റി തുടിക്കുന്നു. മുകിലുകൾ നീർതിരയുന്നു. ആതിരകൾ ഒഴുക്ക് തിരയുന്നു. ആവണികൾ പൂവ് തേടുന്നു. സർഗലയ താളങ്ങൾ തെറ്റുന്നു. ജീവരഥ ചക്രങ്ങൾ ചാലികളും സർവ്വം നശിക്കുന്നു. ഓക്കെ, ഇത് ഭൂമികരമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 3 ആൻസറാണ്. 3 ആൻസറുമായി വീണ്ടും വരും. അക്ഷരമലയാളം എവിടെയാണെന്ന് അറിയുമോ? കൊല്ലം ജില്ലയിലാണ്, തങ്കശ്ശേരിയിലാണ്. ചരിത്രപ്രസിദ്ധമായ കോട്ടയുടെ ഓപ്പോസിറ്റാണ്. അവിടെ പുതുവർഷ ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടുണ്ട്. 10ാം ക്ലാസ്, +2, ISC കേരള സിലബസിൻ്റെ +1 +2 ഒക്കെ നടക്കുന്നുണ്ട്.
മെഷീനെ സമീപിക്കാവുന്നത്. അപ്പം ഓക്കെ.